അപ്പൊ ഈ ദിവസം എന്തായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ചെറുപ്പക്കാര് പറയും, എന്ത് ചെയ്യാനാ ഉസ്താദ്, ഓടിങ്ങനെ ആയിപ്പോയില്ലേ. മക്കളെ നോക്കിയിട്ട് വാപ്പ പറയും, എന്നെ പോലെ വളർന്നില്ലേ ഉസ്താദ്, ഇനി എങ്ങനെ തല്ലാനോ അവനെ, അങ്ങനെയൊക്കെ പറയണവരുണ്ട് അല്ലേ. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യയും മക്കളൊക്കെ നന്നാവാൻ ശൈത്താൻ ഇങ്ങനെ തലയിൽ കയറി കിടക്കല്ലേ, സീരിയലല്ലേ മൊത്തം ഇങ്ങനെ ഇരിക്കല്ലേ, എല്ലാം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നേരെ പോയിരുന്നിട്ട് പടച്ചവനെ അങ്ങോട്ടിരിക്ക, ചന്ദനമഴയും ശ്രീധനവും എല്ലാം കണ്ടിട്ടില്ലേ. ഉമ്മമാരൊക്കെ ചിരിക്കല്ല, ഇന്ന് കണ്ടല്ല അല്ലേ, ഇന്ന് ഞായറാഴ്ച സീരിയലൊന്നും ഇല്ല അല്ലേ, എല്ലാം ചന്ദനമഴയും പരസ്പരവും. ദീത്തിമോളെ പോലെ IPS കാരിയാക്കണം, അതിനാ പരിശ്രമം അല്ലേ അല്ലേ. കിഡ്നി കൊടുത്തതാരാ, കുഞ്ഞിനെ മാറ്റിയതാരാ, ഇതൊക്കെ അവരുടെ ബേജാറ്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദുശീലങ്ങളൊക്കെ മാറണം. ചില ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, വീട്ടിൽ പോകുന്നില്ലേ, 10 മണിയായി, ഇല്ലസ്താതെ അതിനെ കാണാൻ വയ്യ, വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഭാര്യ പോവാൻ പേടിയ ചില ചെറുപ്പക്കാർ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ചെവിയിൽ ഓതി കൊടുക്കേണ്ട ഒരായത്ത് ഞാൻ പഠിപ്പിക്കാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഓതേണ്ടതായിരുന്നു, പക്ഷെ ഓതിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ, സ്വഭാവം നോക്കിയാ. ഈ ആയത്ത് കുഞ്ഞ് ജനിക്കുമ്പോ ചെവിയിൽ ഓതി കൊടുക്കേണ്ട ആയത്താണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഇത് ഓതി കൊടുക്കുമ്പോൾ അറിയാം ശൈത്താൻ ഇറങ്ങി ഓടുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഈ ആയത്ത് ഓതിയാൽ മതി, അപ്പൊ തന്നെ കോട്ടുവായിടുന്നത് കാണാം, ഇങ്ങനെ തുറക്കണാണ് ശൈത്താൻ ഇറങ്ങിപ്പോകുന്നത്. കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതി കൊടുക്കേണ്ടതായിരുന്നു. നമ്മുടെ ചെവിയിൽ നമ്മുടെ മാതാപിതാക്കൾ അറിയുന്നില്ല, അവർ ഓതി തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊക്കെ ഭാര്യയോട് പറയണം, നീ എന്റെ ചെവിയിലോത്, ഞാൻ നിന്റെ ചെവിയിലോത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളുടെ ചെവിയിലൊക്കെ ഓതി കൊടുക്കുക. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടും, ശൈത്താൻ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മ ആ ആയത്ത് ഓതുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം പ്രസവിച്ച സമയത്ത് ശൈത്താന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈ ആയത്ത് ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ മനുഷ്യന്മാരെ, ഈ തലയിൽ കിടക്കുന്ന ശൈത്താൻ ഇറങ്ങി പോണ്ടേ. അപ്പൊ എന്തായാലും ഓതിയല്ലേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഓതൂലേ. വലിയ സൂറത്തൊന്നും അല്ലപ്പ, ആയത്ത് ഇത്രയേ ഉള്ളൂ, ചെറിയൊരായത്ത്. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഉറക്ക ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അതിനകത്തും പിശുക്കന്മാര്. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് ശൈത്താന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇനി പറ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ആലിമ്രാൻ ആണെന്ന് തോന്നുന്നു. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആലിമ്രാൻ, 2ാമത്തെ സൂറത്ത്. ആ 2ാമത്തെ സൂറത്തിന്റെ 32ാമത്തെ ആയത്താണോ 36ാമത്തെ ആയത്താണോ, ചില ഖുർആനുകളിൽ ചില ആയത്തുകൾക്ക് വ്യത്യാസം വരും. എന്റെ ഊഹം ശരിയാണെങ്കിൽ 36ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ആ 36ാമത്തെ ആയത്തൊരു 4 വരിയുള്ള ആയത്താ. ആ വായത്തിന്റെ ഏറ്റവും അവസാനം, ഖുർആൻ ഉള്ളവരൊന്നെടുത്താൽ പെട്ടെന്ന് തിരിയും. അങ്ങനെ മൊബൈലിൽ ഖുർആൻ ഉള്ളവരുണ്ടെങ്കിൽ സൂറത്തുൽ ആലിമ്രാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോപ്പാ ഉസ്താദുമാരൊക്കെ? ഏതായാലും സൂറത്തുൽ ആലിമ്രാന്റെ 36ാമത്തെ ആയത്താണെന്ന് എനിക്ക് തോന്നുന്നു. സംശയമുണ്ടെങ്കിൽ 32ാമത്തെ ആയത്ത്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്താനിർ റജീം. ഇത്രേ ഉള്ളൂ. ശൈത്താന്റെ പേര് പറയുന്നുണ്ട്, അത് ഓർത്താൽ മതി. ആ ആയത്ത് വലിയൊരായത്താണ്. ആ ആയത്തിന്റെ അവസാനമുണ്ട് വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്താനിർ റജീം. ഈ ആയത്ത് ചെവിയിൽ ഓതിയാൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ. സ്വന്തം ചെവിയിൽ ഓതാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ആരെ കൊണ്ട് ഓതിപ്പിക്കണം? ഭാര്യ എടുത്ത് പറയണം ഭർത്താവിന്റെ ഇടത് ചെവിയിൽ ഓതിത്തരാൻ. അള്ളാഹു ഇതിനേക്കാളും വലിയ ശൈത്താനുണ്ടോ ഉസ്താദ്? ഇല്ലേ? ഓതന ആളാരാ? പണ്ടാരോ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു 7 ഫാത്തിഹ ഓതി തലയിൽ ഊതാൻ, ശൈത്താൻ പോകാൻ. അപ്പൊ ഒരുത്തൻ 7 ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക, ഈ ഓതുന്നവൻ ഏറ്റവും വലിയ ശൈത്താനാ, പിന്നെങ്ങനാ ശൈത്താൻ? അപ്പൊ അങ്ങനല്ല, ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓതുക. അപ്പൊ നീ ആദ്യം അതിന്റെ ചെവിയിൽ ഓതണം, അതിപ്പുറത്തോട്ട് ഓതണം. മക്കൾക്കൊക്കെ ചെവിയിൽ ഊതി കൊടുക്കണം, അങ്ങോട്ട് പരസ്പരമൊക്കെ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.